ഹായ് എവ്രി വൺ 2027-2028 സിവിൽ സർവീസ് എക്സാമിനേഷൻ എഴുതാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു ബിഗിനർ ആണോ നിങ്ങൾ എങ്കിൽ ഉറപ്പായിട്ട് അവിടെ കുറേയധികം കൺഫ്യൂഷൻസ് ഉണ്ടാവും. എക്സാമിന്റെ സിലബസ്, സ്ട്രാറ്റജി, ബുക്ക് ലിസ്റ്റ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എന്തുണ്ടാവും, ഒരു സ്റ്റഡി ഷെഡ്യൂൾ, ഇതിലെല്ലാം എന്തുണ്ടാവും, കൺഫ്യൂഷൻസ് ഉണ്ടാവും. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇതെല്ലാം ഡിസ്കസ് ചെയ്യാം. വീഡിയോയിലേക്ക് പോവാം. അതിനു മുന്നേ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫോർ ദ നോട്ടിഫിക്കേഷൻസിനായിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. UPSC സിവിൽ സർവീസ് എക്സാമിനേഷന്റെ പ്രിപ്പറേഷനിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എന്താണ്? എക്സാമിന്റെ പാറ്റേൺ അല്ലെങ്കിൽ എക്സാമിന്റെ സ്റ്റേജസ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അല്ലാതെ ആദ്യം തന്നെ സിലബസ് എടുത്ത് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പഠിച്ചു പോവുക, അങ്ങനെയല്ല. എന്ത് ചെയ്യുക? എക്സാമിനെ കുറിച്ച് ആദ്യം മനസ്സിലാക്കുക. എക്സാമിന് എത്ര സ്റ്റേജസ് ഉണ്ട്, എക്സാമിന്റെ പാറ്റേൺ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. UPSC സിവിൽ സർവീസ് എക്സാമിനേഷന് 3 സ്റ്റേജസ് ആണുള്ളത്. ഒന്നാമത്തെ സ്റ്റേജ് ഏതാണ്? പ്രിലിംസ്. രണ്ടാമത്തേത് മെയിൻസ്. മൂന്നാമത്തേത് ഏതാണ്? ഇന്റർവ്യൂ. ഓക്കെ, അങ്ങനെ 3 സ്റ്റേജസ് ആണ് സിവിൽ സർവീസ് എക്സാമിനേഷൻ ഉള്ളത്. ഏതൊക്കെയാണ്? പ്രിലിംസ്, മെയിൻസ് ആൻഡ് ഇന്റർവ്യൂ. ഇതില് നമുക്ക് ഓരോ സ്റ്റേജസും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പ്രിലിംസ് എന്ന് പറയുമ്പോൾ അവിടെ 2 പേപ്പറാണ് നമുക്കുള്ളത്. GS പേപ്പർ 1ഉം GS പേപ്പർ 2. GS എന്ന് പറയുമ്പോൾ ജനറൽ സ്റ്റഡീസ്. ആദ്യത്തെ പേപ്പർ ഏതാണ്? GS പേപ്പർ 1, ജനറൽ സ്റ്റഡീസ് പേപ്പർ 1. രാവിലെ ആയിരിക്കും അതിന്റെ എക്സാം നടക്കുന്നത്. ഓക്കെ, അതിൽ ഏതൊക്കെ സബ്ജക്ട്സ് ആണ് വരുന്നത്? കറണ്ട് അഫയേഴ്സ്, ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റി, എൻവയോൺമെന്റ് ഇങ്ങനെയുള്ള സബ്ജക്ട്സ് ആണ് ഈ ജനറൽ സ്റ്റഡീസ് പേപ്പർ 1ൽ വരുന്നത്. ഇനി അടുത്തതാണ് GS പേപ്പർ 2. അതായത് ഉച്ച കഴിഞ്ഞായിരിക്കും GS പേപ്പർ 2ന്റെ എക്സാം നടക്കുന്നത്. ഇതെന്താണ്? ഇതാണ് CSAT, അതായത് സിവിൽ സർവീസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. CSAT എന്താണ്? ഒരു ക്വാളിഫയിങ് നേച്ചറിലുള്ള പേപ്പർ ആണ്. അതായത് 200-ൽ 33% മാർക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് CSAT ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. 200-ൽ 33% എന്ന് പറയുമ്പോൾ 66 മാർക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് CSAT ക്വാളിഫൈ ആവാനായിട്ട് സാധിക്കും. അപ്പൊ പ്രിലിംസിൽ 2 സ്റ്റേജസ് ആണുള്ളത്. 2 പേപ്പർ ആണുള്ളത്. GS പേപ്പർ 1ഉം GS പേപ്പർ 2ഉം. GS പേപ്പർ 2 എന്താണ്? CSAT ആണ്. ഒരു ക്വാളിഫയിങ് നേച്ചറിലുള്ള പേപ്പർ ആണ്. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. പിന്നെ എന്താണ്? ഈ പ്രിലിംസിന്റെ മാർക്ക് മെറിറ്റ് കമ്പ്യൂട്ടേഷന് വേണ്ടിയിട്ട് എടുക്കുമോ? ഇല്ല. എന്താണ്? പ്രിലിംസ് ക്വാളിഫൈ ആയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? നമുക്ക് മെയിൻസ് എഴുതാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് പ്രിലിംസിനെ കുറിച്ച് അറിഞ്ഞു വെക്കേണ്ടത്. ഇനി അടുത്തതാണ് മെയിൻസ് എക്സാമിനേഷൻ. മെയിൻസ് എക്സാമിനേഷനിൽ നമുക്ക് ടോട്ടൽ 9 പേപ്പർ ഉണ്ട്. ആദ്യം 2 പേപ്പർ എ, പേപ്പർ ബി എന്ന് പറഞ്ഞിട്ട് 2 പേപ്പർ ഉണ്ടാവും. ഇതെന്താണ്? ഇത് രണ്ടും ലാംഗ്വേജ് പേപ്പർ ആണ്. ഒന്നാമത്തേത് ഇംഗ്ലീഷും രണ്ടാമത്തേത് എന്താണ്? റീജിയണൽ ലാംഗ്വേജ് പേപ്പർ. അതായത് നമുക്ക് സെലക്ട് ചെയ്യാം, മലയാളമോ ഹിന്ദിയോ ഇംഗ്ലീഷോ, അല്ല ഇംഗ്ലീഷ് അല്ല, തമിഴോ ഏതാണോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ആദ്യത്തെ എന്താണ്? 2 ലാംഗ്വേജ് പേപ്പർ. അതിനുശേഷം എന്തുണ്ട്? എസ്എ പേപ്പർ ഉണ്ട്. പിന്നെ ജനറൽ സ്റ്റഡീസ് പേപ്പറിന്റെ എക്സാം ഉണ്ട്. എത്ര ജനറൽ സ്റ്റഡീസ് പേപ്പർ ഉണ്ട്? 4 ഉണ്ട്. ജനറൽ സ്റ്റഡീസ് പേപ്പർ 1, ജനറൽ സ്റ്റഡീസ് പേപ്പർ 2, ജനറൽ സ്റ്റഡീസ് പേപ്പർ 3, ജനറൽ സ്റ്റഡീസ് പേപ്പർ 4. അങ്ങനെ 4 ജനറൽ സ്റ്റഡീസ് പേപ്പറിന്റെ എക്സാം ഉണ്ടാവും. അതിനുശേഷം എന്താണ്? ഓപ്ഷണൽ പേപ്പർ ഉണ്ട്. ഓപ്ഷണൽ സബ്ജക്റ്റിന്റെ 2 പേപ്പർ. ഏതൊക്കെയാണ്? ഓപ്ഷണൽ പേപ്പർ 1ഉം ഓപ്ഷണൽ പേപ്പർ 2. അങ്ങനെ 9 പേപ്പേഴ്സ് ആണ് മെയിൻസ് എക്സാമിനേഷനിൽ ഉള്ളത്. ഓക്കെ, എത്ര പേപ്പർ ആണ്? ടോട്ടൽ 9 പേപ്പർ ആണ്. ഏതൊക്കെയാണ്? 2 ലാംഗ്വേജ് പേപ്പർ, ഇംഗ്ലീഷും ഒരു റീജിയണൽ ലാംഗ്വേജും. പിന്നെ എന്താണ്? എസ്എ പേപ്പർ. അതിനുശേഷം ജനറൽ സ്റ്റഡീസ് പേപ്പർ 1, ജനറൽ സ്റ്റഡീസ് പേപ്പർ 2, ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 ആൻഡ് ജനറൽ സ്റ്റഡീസ് പേപ്പർ 4. പിന്നെന്താണ്? ഓപ്ഷണൽ സബ്ജക്റ്റിന്റെ 2 പേപ്പേഴ്സ്. ഓപ്ഷണൽ സബ്ജക്ട് പേപ്പർ 1, ഓപ്ഷണൽ സബ്ജക്ട് പേപ്പർ 2. അങ്ങനെ 9 പേപ്പേഴ്സ് ആണ് മെയിൻസിലുള്ളത്. അതുപോലെ തന്നെ എന്താണ്? ഫൈനൽ റാങ്കിൽ മെയിൻസിന്റെ മാർക്ക് എന്താണ്? വളരെ ഇമ്പോർട്ടന്റ് ആണ്. മെയിൻസിന്റെയും അതുപോലെ തന്നെ അടുത്ത സ്റ്റേജ് ആയിട്ടുള്ള ഇന്റർവ്യൂവിന്റെയും മാർക്കാണ് ഫൈനൽ റാങ്കിങ്ങിൽ നോക്കുന്നത്. ഓക്കെ, ആ ഒരു കാര്യം ഓർത്തു വെക്കുക. ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഏതാണ്? ലാസ്റ്റ് സ്റ്റേജ് ആണ്. മെയിൻസ് ക്വാളിഫൈ ചെയ്തവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് UPSC സിലബസ്. നമ്മൾ പ്രിപ്പറേഷനിലേക്ക് വരുമ്പോൾ അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണെന്ത്? സിലബസ് എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ എന്ത് പഠിച്ചു? എക്സാമിന്റെ സ്റ്റേജസും പാറ്റേണും പഠിച്ചു. ഇനി അടുത്തത് എന്താണ്? സിലബസ് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ UPSCയുടെ സിലബസ് നോക്കിയാലേ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടാത്തത്, അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സബ്ജക്ട് ഏതൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? UPSCയുടെ സിലബസ് നോക്കണം. അല്ലാതെ എന്താണ് സൂര്യന് കീഴിലുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണ്ട? UPSC സിലബസിൽ നമുക്ക് പഠിക്കാനായിട്ട് വരുന്നില്ല. സിലബസ് നോക്കിയാൽ മാത്രമേ എന്താണ് പഠിക്കേണ്ടതെന്ന് നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ? മനസ്സിലാവത്തുള്ളൂ. അപ്പൊ എന്ത് ചെയ്യുക?
സിലബസിന്റെ ഒരു പ്രിന്റ് ഔട്ട് എപ്പോഴും നമ്മുടെ സ്റ്റഡി ടേബിളിൽ ഉണ്ടായിരിക്കുക. സിലബസ് പകർത്തി എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്താണ്, ഇതാണ് ഏറ്റവും നല്ലത്. നമുക്ക് ഓരോന്നും വായിച്ച് മനസ്സിലാക്കി എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്, ഏതൊക്കെ സബ് ടോപ്പിക്കുകളാണ് വരുന്നത്, അങ്ങനെ പകർത്തി എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒരു പ്രിന്റ് ഔട്ട് എടുത്തിട്ട് എന്ത് ചെയ്യുക, സ്റ്റഡി ടേബിളിൽ വെക്കുക. പ്രിപ്പറേഷന്റെ ടൈമിൽ നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ് എന്തെന്ന് പറയുന്നത്, ഈ UPSC സിലബസിന്റെ പ്രിന്റ് ഔട്ട് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഒരു കാര്യമാണ് UPSC സിലബസ് നോക്കാണ്ട് എന്ത് ചെയ്യുക, പ്രിപ്പറേഷനിലേക്ക് കടക്കാതിരിക്കുക. കാരണം എന്താണ്, ഓക്കെ ഇപ്പൊ പൊളിറ്റി പഠിക്കണം, അതിന് വേണ്ടിയിട്ട് ലക്ഷ്മികാന്തിന്റെ ടെക്സ്റ്റ് പഠിക്കണം എന്ന് പറഞ്ഞ എന്റെ കയ്യിൽ ലക്ഷ്മികാന്തിന്റെ ടെസ്റ്റ് ഉണ്ട്, അതോ ഇത് മാത്രം പഠിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അത് പഠിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എക്സാം ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. പകരം എന്ത് ചെയ്യുക, സിലബസ് നോക്കിയിട്ട് മാത്രം എന്ത് ചെയ്യുക, ഒരു ബുക്ക് പഠിക്കുവാണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യുക, നമ്മളിപ്പം ഒരു സ്റ്റാൻഡേർഡ് ബുക്കാണ് പഠിക്കുന്നതെങ്കിൽ പോലും ആദ്യം എന്ത് ചെയ്യുക, സിലബസ് നോക്കുക, അതിനുശേഷം മാത്രം എന്ത് ചെയ്യുക, സ്റ്റാൻഡേർഡ് ബുക്ക് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി മെയിൻ ആയിട്ട് വരുന്ന UPSCയിലെ കുറച്ച് സബ്ജക്ട്സ് നോക്കാം. ഏതൊക്കെയാണ്, ഇന്ത്യൻ പൊളിറ്റി, ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, എൻവയോൺമെന്റ്, സയൻസ് ആൻഡ് ടെക്നോളജി, കറണ്ട് അഫയേഴ്സ്. ഇതൊക്കെയാണ് എന്ത്, UPSCയിലെ മെയിൻ ആയിട്ട് വരുന്ന സബ്ജക്ട്. കുറേ സബ്ജക്ട്സ് വേറെ ഉണ്ട്, അഗ്രികൾച്ചർ, ആർട്ട് ആൻഡ് കൾച്ചർ, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ഇങ്ങനെയുള്ള കുറേ സബ്ജക്ട്സ് ഉണ്ട്. മെയിൻ ആയിട്ട് വരുന്ന സബ്ജക്ട്സ് ആണ് ഞാൻ പറഞ്ഞത്. ഏതൊക്കെയാണ്, ഇന്ത്യൻ പൊളിറ്റി, ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമി, എൻവയോൺമെന്റ്, സയൻസ് ആൻഡ് ടെക്നോളജി, കറണ്ട് അഫയേഴ്സ്. ഇനി അടുത്തതാണ് NCERT. അതായത് UPSCയുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് സിലബസ് നോക്കി സ്റ്റാൻഡേർഡ് ബുക്ക് പഠിച്ചാണോ? അല്ല. എന്ത് ചെയ്യുക, NCERTC എന്നാണ് നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ആദ്യം എന്ത് ചെയ്യുക, NCERTC പഠിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ് NCERTC പഠിക്കുന്നത്, ഒരു കോൺസെപ്ച്വൽ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് NCERTC പഠിക്കുന്നത്. അതിനുശേഷം മാത്രം എന്ത് ചെയ്യുക, സ്റ്റാൻഡേർഡ് ബുക്സ് പഠിച്ചു തുടങ്ങുക. ഏതൊക്കെ NCERTs ആണ് നമ്മൾ പഠിക്കേണ്ടത്, ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, പൊളിറ്റി, സോഷ്യോളജി. ഇത്രയും സബ്ജക്ട്സിന്റെ NCERTs ആണ് പഠിക്കുന്നത്. ഈ സോഷ്യോളജിയുടെ NCERT എന്തിനു വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്, ഇന്ത്യൻ സൊസൈറ്റിക്ക് വേണ്ടിയിട്ടാണ് സോഷ്യോളജിയുടെ NCERT പഠിക്കുന്നത്. ഓക്കെ, ഏത് ക്ലാസ് മുതലുള്ള NCERTs ആണ് പഠിക്കേണ്ടത്, 6ാം ക്ലാസ് തൊട്ട് 12ാം ക്ലാസ് വരെയുള്ള NCERTs ആണ് പഠിക്കേണ്ടത്. ഓക്കെ, ഇപ്പൊ എക്കണോമിക്സ് ആണ് ഡിഗ്രിയിൽ എടുത്തിട്ടുള്ളത്. ഓക്കെ, ഡിഗ്രി ഏതാണ്, എക്കണോമിക്സ് ആണ് എടുത്തത്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക, ആ എക്കണോമിക്സ് നമുക്ക് സ്കിപ്പ് ചെയ്യാം. അതായത് ആ ഒരാൾക്ക് എന്താണ്, കറക്റ്റ് ആയിട്ട് എക്കണോമിക്സിനെ കുറിച്ച് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കും, ബേസിക്സ് ഒക്കെ എന്തായിരിക്കും, ക്ലിയർ ആയിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യണ്ട, അങ്ങനെയുള്ള ആളുകൾ ആ ഒരു സബ്ജക്ട് സ്കിപ്പ് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, NCERTs പഠിച്ചു പോവുക. ഇപ്പൊ പൊളിറ്റിയുടെ ഒക്കെ എന്താണ്, 6ാം ക്ലാസ് തൊട്ടുള്ള NCERT പഠിക്കണമെന്ന് നിർബന്ധമില്ല. എന്ത് ചെയ്താൽ മതി, ഒരു 9ാം ക്ലാസ് തൊട്ട് 12ാം ക്ലാസ് വരെയുള്ള നോക്കിയാൽ മതി. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഏതാണ്, 11ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ആണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കുക. പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യുക, NCERTയിൽ നിന്ന് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അടുത്തതാണ് സ്റ്റാൻഡേർഡ് ബുക്സ് അല്ലെങ്കിൽ ബുക്ക് ലിസ്റ്റ്. ഏതൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എന്ത് ചെയ്തേക്കാം, ആ ഒരു വീഡിയോ കൊടുത്തേക്കാം. അല്ലെങ്കിൽ വീഡിയോ കുറെ നീണ്ടുപോകും. അപ്പൊ എന്ത് ചെയ്യുക, ആ ഒരു വീഡിയോ ഇതിന് ശേഷം കാണുക. ഇന്ത്യൻ പൊളിറ്റിക്ക് വേണ്ടിയിട്ട് ഏതാണ്, ലക്ഷ്മികാന്തിന്റെ ടെസ്റ്റ് ആണ്. അതുപോലെ മോഡേൺ ഹിസ്റ്ററിക്ക് വേണ്ടിയിട്ട് സ്പെക്ട്രം പബ്ലിക്കേഷൻസിന്റെ ബുക്സ് ആണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഓർക്കുക. ഞാൻ ബുക്ക് ലിസ്റ്റ് കൊടുത്തേക്കാം, അത് എന്ത് ചെയ്യുക, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതെല്ലാവരും ഒന്ന് നോക്കുക. അതായത് മൾട്ടിപ്പിൾ ടൈംസ് എന്ത് ചെയ്യുക, ഒരേ ബുക്ക് തന്നെ വായിക്കുക. അല്ലാതെ നമുക്ക് ലിമിറ്റഡ് റിസോഴ്സസ് ആണ് വേണ്ടത്. പൊളിറ്റിക്ക് വേണ്ടിയിട്ട് തന്നെ 3ഉം 4ഉം ബുക്ക് വായിച്ചിട്ട് അങ്ങനെയല്ല, ഒരു ബുക്ക് വേണം, ഒരു സ്റ്റാൻഡേർഡ് ബുക്ക് വേണം. അതുപോലെ തന്നെ എന്താണ്, അതൊരു മൾട്ടിപ്പിൾ ടൈംസ് നമ്മൾ റിവിഷൻ ചെയ്യുക. ഇത്രയും കാര്യമേ ഉള്ളൂ. ഓക്കെ, സ്റ്റാൻഡേർഡ് ബുക്സിന്റെ വീഡിയോ ഞാൻ കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷനിൽ, അത് കണ്ടു നോക്കുക കാണാത്തവരെല്ലാവരും. ഇനി അടുത്തതാണ് കറണ്ട് അഫയേഴ്സ്. UPSCയിൽ കറണ്ട് അഫയേഴ്സ് എന്താണ്, ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് പ്രിലിംസിനായിക്കോട്ടെ മെയിൻസിനായിക്കോട്ടെ എല്ലാം എന്താണ്, ഇന്റർവ്യൂവിനും ഒക്കെ എന്ത് ചെയ്യണം, നമ്മൾ കറണ്ട് അഫയേഴ്സ് പഠിക്കണം. ഡെയിലി എന്ത് ചെയ്യുക, ന്യൂസ് പേപ്പർ വായിച്ചു നോക്കുക. ഏത് ന്യൂസ് പേപ്പർ ആണ് വായിക്കേണ്ടത്, ദ ഹിന്ദു അല്ലെങ്കിൽ ഇന്ത്യൻ എക്സ്പ്രസ്, ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ന്യൂസ് പേപ്പർ വായിക്കുക. അതുപോലെ തന്നെ ഒരു മന്ത്ലി മാഗസീൻ, കുരുക്ഷേത്ര യോജന പോലുള്ള ഒരു മന്ത്ലി മാഗസീൻ നോക്കുക. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്. പിന്നെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ന്യൂസ് പേപ്പർ വായിക്കുന്നുണ്ട്, എന്താണ് വായിക്കേണ്ടത്, ചുമ്മാ വന്നിട്ട് കുറച്ച് പൊളിറ്റിക്സിന്റെ ന്യൂസ് ഉണ്ട് അതാണോ വായിക്കേണ്ടത്, അല്ല. ഗവൺമെന്റ് സ്കീംസ്, ഇമ്പോർട്ടന്റ് ഈവന്റ്സ്, ഇന്റർനാഷണൽ റിലേഷൻസ്, എക്കണോമിക് ഡെവലപ്മെന്റ്, പിന്നെന്താണ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ വരുന്ന ന്യൂസസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്. സിലബസ് നോക്കിയിട്ടാണ് കറണ്ട് അഫയേഴ്സ് നമ്മൾ നോക്കേണ്ടത്. അല്ലാതെ പൊളിറ്റിക്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല കറണ്ട് അഫയേഴ്സിൽ നമ്മൾ നോക്കി പോകേണ്ടത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. കറണ്ട് അഫയേഴ്സ് എന്താണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡെയിലി ന്യൂസ് പേപ്പർ വായിക്കുക. അതുപോലെ തന്നെ ഒരു മന്ത്ലി മാഗസീനും നോക്കി പോവുക. ഇനി അടുത്തതാണ് PYQs. അതായത് എന്ത് ചെയ്യുക, PYQs എന്ന് പറയുമ്പോൾ എന്താണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്.
പ്രിലിംസിന്റെയും മെയിൻസിന്റെയും എന്ത് ചെയ്യുക, PYQs എടുക്കുക, ഇത് പ്രാക്ടീസ് ചെയ്യുക. നമുക്ക് എക്സാമിന്റെ പാറ്റേൺ മനസ്സിലാവാനും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ നമ്മുടെ അക്യൂറസി ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഒക്കെ എന്താണ് ഈ PYQs സോൾവ് ചെയ്യുന്നത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യുക, ഡെയിലി ഒരു 5-10 ക്വസ്റ്റ്യൻസ് എങ്കിലും എന്ത് ചെയ്യുക, സോൾവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. UPSCയുടെ വെബ്സൈറ്റിൽ PYQs കിട്ടും. അപ്പൊ അതെന്ത് ചെയ്യുക, അതെടുക്കുക, സോൾവ് ചെയ്ത് നോക്കുക. ആ ഒരു എക്സാമിന്റെ പാറ്റേണും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സും ഒക്കെ എന്താണ് അതുവഴി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്തതാണ് ഒരു സ്റ്റഡി പ്ലാൻ. എല്ലാവരും എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് ഒരു സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യുക. മോർണിംഗിൽ എന്ത് ചെയ്യുക, കോർ സബ്ജക്ട്സ് നോക്കുക. ആഫ്റ്റർനൂണിൽ എന്താണ് ഒരു ഓപ്ഷണൽ സബ്ജക്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓപ്ഷണൽ സബ്ജക്റ്റിന് വേണ്ടിയിട്ടൊക്കെ മാറ്റി വെക്കുക. ഈവനിങ് എന്താണ് കറണ്ട് അഫയേഴ്സിന് വേണ്ടിയിട്ടും റിവിഷന് വേണ്ടിയിട്ടും ഒക്കെ മാറ്റി വെക്കുക. അങ്ങനെ കറക്റ്റ് ആയിട്ട് എന്താണ് എല്ലാവർക്കും ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കണം. പിന്നെയുള്ളൊരു കാര്യമാണ് പഠിക്കുന്ന ആ ഒരു സമയം. ഡെയിലി എന്താണ് ഒരു 6 to 8 മണിക്കൂറെങ്കിലും എന്ത് ചെയ്യുക, ഡെയിലി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പക്ഷെ കൺസിസ്റ്റന്റ് ആയിരിക്കണം. അതായത് ഒരു ദിവസം പഠിച്ചു, ഇന്നത്തെ ദിവസം ഞാൻ 6 മണിക്കൂർ പഠിച്ചു, നാളെ എന്ത് ചെയ്യുക 6 മണിക്കൂർ പഠിക്കുക. ഇങ്ങനെ ഇത് എന്ത് ചെയ്യുക, കണ്ടിന്യൂസ് ആയിട്ട് 6 മണിക്കൂർ എന്നും എന്ത് ചെയ്യുക, പഠിച്ചുകൊണ്ടേ ഇരിക്കുക. അല്ലാതെ ഒരു ദിവസം ഞാൻ 6 മണിക്കൂർ പഠിച്ചു, പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് 6 മണിക്കൂർ പഠിച്ചു, അങ്ങനെയല്ല. കൺസിസ്റ്റൻസി ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ എന്ത് ചെയ്യുക, കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പലരും പറയും 18 മണിക്കൂർ പഠിച്ചു, 20 മണിക്കൂർ പഠിച്ചു എന്നൊക്കെ. നമുക്ക് ഒരു ദിവസം ഒരിക്കലും 20 മണിക്കൂർ പഠിക്കാൻ പറ്റില്ല. ഓക്കെ, ഒരു ദിവസത്തേക്ക് ചിലപ്പോൾ പറ്റുമായിരിക്കും. പക്ഷെ എന്താണ്, പിറ്റേ ദിവസവും നമുക്ക് 20 മണിക്കൂർ പഠിക്കാനായിട്ട് പറ്റുമോ? ഇല്ല. ഇപ്പൊ എന്ത് ചെയ്യുക, പഠിക്കുന്ന ഒരു സമയം അത് 7 മണിക്കൂറാണേലും 8 മണിക്കൂറാണേലും 6 മണിക്കൂറാണേലും എന്ത് ചെയ്യുക, ആ 6 മണിക്കൂർ എല്ലാ ദിവസവും പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാതെ ഒരു ദിവസം 18 മണിക്കൂർ പഠിച്ചു, ഇനി അടുത്ത ആഴ്ച 18 മണിക്കൂർ, അങ്ങനെയല്ല. കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാവരും എന്ത് ചെയ്യുക, ഒരു സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പൊ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കിയത്, എക്സാമിന്റെ പാറ്റേൺ, പിന്നെ എന്താണ് പറഞ്ഞത്, സിലബസ് നന്നായിട്ട് നോക്കണം എന്ന് പറഞ്ഞു. എന്നാൽ മാത്രം എന്താണ് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ എന്താണ് പഠിക്കേണ്ടാത്തത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവണമെങ്കിൽ എന്ത് ചെയ്യണം, സിലബസ് നോക്കണം. പിന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് NCERTയിൽ നിന്നാണ്, അല്ലാതെ സ്റ്റാൻഡേർഡ് ബുക്സിലേക്ക് ഡയറക്റ്റ് ആദ്യമേ ചെന്നിട്ട് എന്ത് ചെയ്യുക, സ്റ്റാൻഡേർഡ് ബുക്സ് അല്ല പഠിക്കേണ്ടത്. പകരം എന്ത് ചെയ്യുക, NCERTs നോക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, സ്റ്റാൻഡേർഡ് ബുക്സ് നോക്കുക, പിന്നെ PYQs നോക്കുക, കറണ്ട് അഫയേഴ്സ് നോക്കി പോകുന്ന കാര്യങ്ങൾ പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ എന്താണ്, കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ നോട്ട്സും അതുപോലെ തന്നെ CSATന്റെ ക്ലാസ്സസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും നോട്ട്സോ ക്ലാസ്സസോ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അവരെന്നെ കോൺടാക്ട് ചെയ്യുക. ഞാൻ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിൽ ജോയിൻ ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി, എനിക്കൊരു മെസ്സേജ് ചെയ്താൽ മതിയാവും. താങ്ക് യു.